ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാലിഗയിൽ നടന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സ് ക്ലബ് അത്ലറ്റിക് മത്സരം 1-0 എന്ന ഗോൾ സ്കോറിനാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയം കരസ്ഥമാക്കിയത്. അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി ഹൂലിയൻ ആൽവരസ് ആണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിൽ വിജയത്തോടുകൂടി ലാലിഗ പോയിന്റ് ടേബിളിൽ 56 പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡും 48 പോയിന്റുമായിട്ട് നാലാം സ്ഥാനത്താണ് ക്ലബ് അത്ലറ്റിക്കും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത്ലറ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരം വളരെ വളരെ ടഫായിട്ടുള്ളൊരു മത്സരം തന്നെയായിരുന്നു. ആദ്യ ഹാഫിലേക്ക് വരുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് നല്ല രീതിയിൽ വെള്ളം കുടിച്ച് ഈ ഒരു മത്സരത്തിൽ ഒരുപാട് നല്ല സേവിങ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആദ്യ ഹാഫിൽ തന്നെ ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് രണ്ട് ബ്രദേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇൻകി വില്യംസ് ആൻഡ് നിക്കോ വില്യംസ്. രണ്ട് ക്രോസ് ബാറാണ് ഗോളായി എന്ന് വിചാരിച്ച തരത്തിൽ ഞാൻ പേഴ്സണലി വിചാരിച്ചത് സ്കോർ ചെയ്തു എന്നാണ്. അത്രയും കിട്ടിലും ഷൂട്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഒന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യ ഹാഫിൽ എടുത്ത് പറയേണ്ട ഡീപ്പ് ബോളിൻ്റെ ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അത് ഹാൻഡ് ബോൾ തട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് പെനാൾട്ടി വിധിക്കാത്തത് എന്ന് മനസ്സിലായില്ല. ആദ്യ ഹാഫ് അവസാനിക്കുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് ആദ്യ 11-ൽ സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് സൊള്ളത്തും ഗ്രീസ്മാനും ആണ്. ആൽവരസ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് ഹാഫിൽ 56-ാമത്തെ മിനിറ്റിലാണ് ആൽവരസ് പിച്ചിലേക്ക് വരുന്നത്. 65-ാമത്തെ മിനിറ്റിലാണ് ആൽവരസ് സ്കോർ ചെയ്യുന്നത്. അതിനുശേഷം ഒരുപാട് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിലും ഒന്നും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു മത്സരം അത്ലറ്റിക്കോനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് വരാൻ വേണ്ടി പോവുകയാണ്. അതിനു മുമ്പേ ഇങ്ങനെ ഒരു ടഫായിട്ടുള്ള ഒരു മത്സരം കളിച്ചത് വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ രണ്ടാം സ്ഥാനത്താണ് നിലവിൽ ലാലിഗയിൽ സാക്ഷാൽ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരു മത്സരം ലൈവായിട്ട് കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.